പോസ്റ്റ്മോർട്ടത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നോക്കുമ്പോൾ അതിൽ ഒരു മെറ്റാലിക് പാർട്സ് ഒന്നും ഇതിനകത്ത് കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം റൂൾ ഔട്ട് ചെയ്യേണ്ടായി. കടുവയുടെ ഒരു ഗട്ട് പരിശോധിക്കുമ്പോൾ, കുടൽ ആമാശയൊക്കെ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് അദാരുണമായ സംഭവത്തിൽ മരിച്ചതിൻ്റെ അവശിഷ്ടങ്ങൾ, വസ്ത്രത്തിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കടുവയെ നമുക്ക് അസന്നിഗ്ധമായിട്ട്, അതുപോലെ നമ്മുടെ ക്യാമറ ട്രാപ്പിൽ ഇമേജിൽ പതിഞ്ഞ കടുവയിൻ്റെ ആണെന്ന് പൂർണ്ണമായിട്ടും നമുക്ക് പറ്റി. മരണകാലത്തെക്കുറിച്ച് ഡോക്ടർമാരുടെ അഭിപ്രായം നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ കഴുത്തിൽ 4 വലിയ മുറിവുകളുണ്ട്. ആ മുറിവുകളിൽ നിന്നാണ് ഈ കടുവയുടെ മരണം സംഭവിച്ചിരിക്കുക. നമസ്കാരം. കഴിഞ്ഞ ദിവസം വയനാട്ടിൽ കടുവയുടെ ആക്രമണത്തിൽ രാധ എന്ന ആദിവാസി യുവതി കൊല്ലപ്പെടുകയുണ്ടായി. ഇത് കേരളത്തിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച വാർത്ത തന്നെയാണ്. കാടിറങ്ങി വരുന്ന വന്യമൃഗങ്ങൾ മലയോര കർഷകരുടെയും മലയോര നിവാസികളുടെയും ജീവനും സ്വത്തിനും ഭീഷണിയായി വർത്തിക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ ഒരുപാടായി. ഇതിനെതിരെ കൃത്യമായ രീതിയിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള സുരക്ഷാ നടപടികളും ഉണ്ടാകുന്നില്ല എന്നാണ് മലയോര കർഷകർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ പരാതിയും പ്രക്ഷോഭവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ഇത് സർക്കാരിനെതിരെയുള്ള പ്രക്ഷോഭമായി മാറുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. നാളിതുവരെയായി ഏതാണ്ട് 1000-ലധികം ആളുകളാണ് വന്യജീവികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ആനയായും പുലിയായും പന്നിയായും കാട്ടുപോത്തായും നാട്ടിലിറങ്ങിയ വന്യമൃഗങ്ങൾ നാട്ടുകാരെ കൊന്നൊടുക്കിയതിൻ്റെ കണക്കാണ് മേൽ സൂചിപ്പിച്ചത്. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം വയനാട്ടിൽ നരഭോജി കടുവ ഒരു ആദിവാസി യുവതിയെ തേയില നുള്ളാൻ പോയ രാധ എന്ന ആദിവാസി യുവതിയാണ് പഞ്ചാരക്കൊല്ലിയിൽ വെച്ച് തൻ്റെ ഭക്ഷണമാക്കി മാറ്റിയത്. പിന്നീട് ഈ കടുവയെ അന്വേഷിച്ച് RDC അടക്കമുള്ള സന്നദ്ധ സംഘങ്ങൾ തിരഞ്ഞു നടക്കുകയുണ്ടായി. 8 അംഗ സംഘങ്ങൾ കടുവയെ കണ്ടെത്തുകയും കടുവയുടെ പ്രത്യാക്രമണത്തിൽ അതിലൊരാൾക്ക്, ജയസൂര്യ എന്ന് പറയുന്ന ഒരാൾക്ക്, അയാളുടെ കൈക്ക് പരിക്ക് പറ്റുകയും ചെയ്തു. എന്നാൽ ഈ സമയത്ത് ദൗത്യ സംഘം കടുവയ്ക്ക് നേരെ വെടിയുതിർത്തു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. കടുവ വെടിയേറ്റ് രക്ഷപ്പെട്ടു ഓടി എന്ന് തന്നെയാണ് ദൗത്യ സംഘത്തിലുള്ളവർ പറഞ്ഞത്. എന്നാൽ പിന്നീട് കടുവയെ കണ്ടെത്താൻ വേണ്ടി തെർമൽ ക്യാമറകളെല്ലാം ഉപയോഗിച്ച് കടുവ ഉൾവനത്തിൽ കൃത്യമായി ഇന്ന സ്ഥലത്താണ് ഉള്ളത് എന്ന് DFO കൃത്യമായി തന്നെ മാർക്ക് ചെയ്യുകയുണ്ടായി. എന്നാൽ ഇന്ന് വെളുപ്പിന് 2 മണിക്ക് കടുവയെ ഉൾവനത്തിൽ മരിച്ച രീതിയിൽ, ചത്ത രീതിയിൽ കണ്ടെത്തുകയായിരുന്നു. കടുവയുടെ കഴുത്തിന് ഇരുഭാഗത്തും ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടായിരുന്നു. ഈ മുറിവുകൾ തന്നെയാണ് കടുവയുടെ മരണകാരണം എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. ഫോറസ്റ്റ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡർ ഇത് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കടുവയുടെ വയറ്റിൽ നിന്നും കൊല്ലപ്പെട്ട രാധയുടെ, അതായത് കടുവ ഭക്ഷണമാക്കിയ രാധയുടെ മുടിയും വസ്ത്രത്തിൻ്റെ ഭാഗങ്ങളും അവരുടെ കമ്മലും കിട്ടി എന്ന് പറയുമ്പോൾ നരഭോജി കടുവ ഇത് തന്നെയാണ് എന്നുള്ളത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ അടയാളപ്പെടുത്തുകയായിരുന്നു, സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു. എന്തായാലും ഈ കടുവ ചത്തതോടുകൂടി വയനാട് വനമേഖലയിൽ ഇപ്പോൾ ഒരു ഭീതി ഒഴിഞ്ഞു പോയിട്ടുണ്ട്. ഇനി അടുത്ത ഏത് അവസരത്തിലാണ്, ഏത് വന്യമൃഗമാണ് നാട്ടിലേക്ക് ഇറങ്ങി തങ്ങളുടെ ജീവനും തങ്ങളുടെ സമ്പാദ്യമായ കൃഷിയുമെല്ലാം നശിപ്പിക്കുന്നത് എന്നുള്ള ആശങ്കയിൽ തന്നെയാണ് ഇപ്പോൾ നാട്ടുകാർ. എന്തായാലും രാധ എന്ന ആദിവാസി യുവതി മരിച്ചിട്ട് 3 ദിവസം കഴിഞ്ഞിട്ടാണ് വനമന്ത്രി ശശീന്ദ്രൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയത് എന്നുള്ള പരാതികളും ഇപ്പോൾ സർക്കാരിനെതിരെ ഉയരുന്നു. പിണറായി വിജയൻ സർക്കാരിൽ വനവകുപ്പ് എന്നുള്ളൊരു വകുപ്പ് തന്നെയുണ്ടോ? അവിടെ കെടുകാര്യസ്ഥതയുടെ പര്യായമായ വകുപ്പ് മാറിയിരിക്കുന്നു. ആദിവാസി യുവതി വയനാട്ടിൽ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടും യുവതിയുടെ മുഖമടക്കമുള്ള ഭാഗങ്ങൾ കടുവ ഭക്ഷണമാക്കി തീർത്തിട്ടും വനം വകുപ്പ് മന്ത്രി കോഴിക്കോട് ഒരു പരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ട് പാട്ടുപാടി നടക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത് എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ടതുണ്ട്. എന്നാൽ മന്ത്രി ആദിവാസി യുവതിയുടെ വീട്ടിൽ പ്രവേശിക്കാൻ വേണ്ടി ജനങ്ങൾ ഒരു കാരണവശാലും സമ്മതിച്ചില്ല. നാട്ടുകാരും അവിടെയുള്ള മറ്റു കോൺഗ്രസ് ഇതര പ്രവർത്തകരുമെല്ലാം മന്ത്രിക്ക് ഉപരോധം തീർക്കുന്ന കാഴ്ചയാണ് കണ്ടത്. പിന്നീട് പോലീസ് എത്തിയാണ് മന്ത്രിയെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നത് കണ്ടത്. എന്തായാലും മലയോര മേഖലയിലെ കർഷകർക്കും വനനിവാസികൾക്കും വന്യമൃഗങ്ങളിൽ നിന്നുണ്ടാവുന്ന ഇത്തരം ആക്രമണങ്ങളിൽ നിന്ന് അവരുടെ ജീവനും സ്വത്തിനും തീർച്ചയായും സുരക്ഷാ നടപടികൾ കൈക്കൊള്ളേണ്ടത് ആവശ്യമാണ്. ഇതേ തുടർന്ന് ഇപ്പോൾ വലിയ വലിയ പ്രക്ഷോഭങ്ങൾ അരങ്ങേറുന്നതായി തന്നെയാണ് മനസ്സിലാക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ഇത് സർക്കാരിനെ പിടിച്ചു കുലുക്കിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പോസ്റ്റ്മോർട്ടത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നോക്കുമ്പോൾ അതിൽ ഒരു മെറ്റാലിക് പാർട്സ് ഒന്നും ഇതിനകത്ത് കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം റൂൾ ഔട്ട് ചെയ്യേണ്ടായി. കടുവയുടെ ഒരു ഗട്ട് പരിശോധിക്കുമ്പോൾ, കുടൽ ആമാശയൊക്കെ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് അദാരുണമായ സംഭവത്തിൽ മരിച്ചതിൻ്റെ അവശിഷ്ടങ്ങൾ, വസ്ത്രത്തിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കടുവയെ നമുക്ക് അസന്നിഗ്ധമായിട്ട്, അതുപോലെ നമ്മുടെ ക്യാമറ ട്രാപ്പിൽ ഇമേജിൽ പതിഞ്ഞ കടുവയിൻ്റെ ആണെന്ന് പൂർണ്ണമായിട്ടും നമുക്ക് പറ്റി. മരണകാലത്തെക്കുറിച്ച് ഡോക്ടർമാരുടെ അഭിപ്രായം നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ കഴുത്തിൽ 4 വലിയ മുറിവുകളുണ്ട്.
ആ മുറിവുകളിൽ നിന്നാണ് ഈ കടുവയുടെ മരണം സംഭവിച്ചിരിക്കുക.